ഹായ് ഓൾ, ഇറ്റ്സ് മീ ഗണേഷ് മോഹൻ. എൻ്റെ സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് അപ്രോച്ചസ് ഇൻ എഡ്യൂക്കേഷണൽ ടെക്നോളജി സിസ്റ്റംസ് അപ്രോച്ച് എന്നതാണ്. എൻ്റെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. ഇപ്പോൾ നമുക്കറിയാം, ദ ഓൺലി തിങ് ദാറ്റ് ഡസൻ ചേഞ്ച് ഇൻ ദിസ് വേൾഡ് ഇസ് ചേഞ്ച് ഇറ്റ് സെൽഫ്. ഈ ലോകത്ത് മാറ്റമില്ലാത്തതായിട്ട് മാറ്റം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മാറും. നമുക്കറിയാം, സയൻസിലും ടെക്നോളജിയിലും ഒക്കെ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സും ട്രാൻസ്ഫോർമേഷൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും ചേഞ്ചസും ഒക്കെ എല്ലാ ഫീൽഡ്സിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു ഫീൽഡാണ് എഡ്യൂക്കേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഈ സയൻസിലും ടെക്നോളജിയിലും ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻസ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തിയ ഒരു ഫീൽഡും എഡ്യൂക്കേഷൻ തന്നെയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു ടേം തന്നെ ഉണ്ട്, എഡ്യൂക്കേഷണൽ ടെക്നോളജി. എന്താണ് എഡ്യൂക്കേഷണൽ ടെക്നോളജി? അതായത് ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സിനെയും ഈ ചേഞ്ചസിനെയും, സയൻറ്റിഫിക് ആയിട്ടുള്ള ഈ ചേഞ്ചസിനെയും ഒക്കെ എങ്ങനെയാണ് നമ്മൾ എഡ്യൂക്കേഷനിലേക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നതാണ് എഡ്യൂക്കേഷൻ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ടീച്ചിങ്ങിലും നമ്മുടെ ലേണിങ്ങിലും ഒക്കെ ഉണ്ടായിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ട്. സയൻസും ടെക്നോളജിയും ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സത്യത്തിൽ എഡ്യൂക്കേഷൻ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സിനെ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക. ഈ ഒരു പ്രോസസ്സിനെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിനെ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അപ്രോച്ചസ് ഉണ്ടായിട്ടുണ്ട്. there are different approaches. അതിൽ പെടുന്നൊരു അപ്രോച്ചാണ് എൻ്റെ ടോപ്പിക്കായിട്ടുള്ള സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റംസ് അപ്രോച്ചിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എഡ്യൂക്കേഷൻ ടെക്നോളജി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എഡ്യൂക്കേഷൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു ബേസ് ഐഡിയ പറഞ്ഞത്. എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ നമ്മൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാർഡ്വെയർ ആയിട്ടുള്ള എലമെൻറ്റ്സ് മാത്രമല്ല. ഇപ്പം കുറേ മെഷീൻസും കുറേ ടൂൾസും കുറേ ഗാഡ്ജറ്റ്സും ഒക്കെ ഉപയോഗിച്ച് എഡ്യൂക്കേഷനെ കൂടുതൽ ബെറ്റർ ആക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഹാർഡ്വെയർ ആയിട്ടുള്ളതും സോഫ്റ്റ്വെയർ ആയിട്ടുള്ളതുമായിട്ടുള്ള രണ്ട് ആസ്പെക്ട്സിനെയും നമ്മൾ എഡ്യൂക്കേഷനിൽ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിസിക്കലായിട്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന എന്ത് എക്വിപ്മെൻറ്റ്സും ടൂൾസും ഒക്കെ നമുക്ക് ഹാർഡ്വെയറിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രൊജക്ടേഴ്സ്, അതുപോലെ ലൈക്ക് കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ബോർഡ്സ്, അതുപോലെ മറ്റ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ഇതൊക്കെ നമുക്ക് ഫിസിക്കലായിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെയൊക്കെ നമുക്ക് ഹാർഡ്വെയർ ആസ്പെക്ട്സ് എന്ന് പറയാം. ഇനി സോഫ്റ്റ്വെയർ ആസ്പെക്ട്സിലേക്ക് വന്നാൽ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇൻസ്ട്രക്ഷണൽ ഡിസൈനിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ലേണിംഗ് മെറ്റീരിയൽസ്, അതുപോലെ ടീച്ചിങ് സ്ട്രാറ്റജീസ് എക്സെട്ര. ഇപ്പം എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം മൈക്രോസോഫ്റ്റ് വേർഡ്, അതുപോലെ എക്സൽ, അതുപോലെ പവർ പോയിൻറ്റ്, അതുപോലെ നമ്മളിപ്പം ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ലൈക്ക് VLC മീഡിയ പ്ലെയർ, ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കാര്യമാണ്. അതൊക്കെ സോഫ്റ്റ്വെയർ ആസ്പെക്ട്സിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഹാർഡ്വെയർ എലമെൻറ്റ്സിനെയും സോഫ്റ്റ്വെയർ എലമെൻറ്റ്സിനെയും ഒരുപോലെ എഡ്യൂക്കേഷണൽ ഫീൽഡിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എഡ്യൂക്കേഷൻ്റെ ആ ഒരു സ്കോപ്പിനെ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ബ്രോഡൻ ചെയ്യുന്നത്, എങ്ങനെ അതിനെ കൂടുതൽ വിശാലമാക്കാം എന്നതാണ് എഡ്യൂക്കേഷൻ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വെറുതെ ഇലക്ട്രോണിക് മീഡിയയും, ടെക്നോളജി എന്ന് പറയുമ്പോൾ വെറുതെ ഇലക്ട്രോണിക് മീഡിയ കുറേ മെഷീൻസൊക്കെ ഉപയോഗിക്കുക എന്നതല്ല, മറിച്ച് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എലമെൻറ്റ്സിനെ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട്, എങ്ങനെ സയൻറ്റിഫിക്കായിട്ട്, എങ്ങനെ ലോജിക്കായിട്ട് എങ്ങനെ അത് എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉപയോഗിക്കാം, ടീച്ചിങ്ങിനെയും ലേണിങ്ങിനെയും പ്രോസസ്സിനെ എങ്ങനെ അത് കൂടുതൽ ബെറ്ററായിട്ട് എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നതാണ് എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ ഒരു കോർ ഐഡിയ, ഒരു ബേസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എൻ്റെ ടോപ്പിക്കായിട്ടുള്ള അപ്രോച്ചസിലേക്ക് പോകാം. അപ്രോച്ചസ് ഇൻ എഡ്യൂക്കേഷൻ ടെക്നോളജി, ഡിഫറെൻറ്റ് അപ്രോച്ചസ്. അതിൽ സിസ്റ്റംസ് അപ്രോച്ചാണ് എൻ്റെ ടോപ്പിക്കെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബട്ട് സിസ്റ്റംസ് അപ്രോച്ചിന് മുമ്പ് തന്നെ ഹാർഡ്വെയർ അപ്രോച്ച്, സോഫ്റ്റ്വെയർ അപ്രോച്ച്, അങ്ങനെ വേറെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ അപ്രോച്ചസൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ കോമ്പോണൻറ്റ്സ് ആണെങ്കിൽ, സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിലെ മെത്തേഡ്സ്, അതിലെ സ്ട്രാറ്റജീസ്, അതിലെ മെറ്റീരിയൽസ്, അതിലെ ഇൻസ്ട്രക്ഷൻസ്, ഇതൊക്കെയാണ് സോഫ്റ്റ്വെയർ അപ്രോച്ചിൽ വരുന്നത്. ഇനി സിസ്റ്റംസ് അപ്രോച്ചിലേക്ക് വരാം. ഈ സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്നത് ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളതും ഏറ്റവും ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം
എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. കാരണം ഇതിൽ ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എലമെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻറ്റു ആൻ ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം. അപ്പോൾ എഡ്യൂക്കേഷനെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സായിട്ട് ഇതിൻ്റെ എല്ലാം ഒരു ഇൻ്റർ കണക്ഷനായിട്ടാണ് സിസ്റ്റംസ് അപ്രോച്ച് കാണുന്നത്. അപ്പോൾ സിസ്റ്റംസ് അപ്രോച്ചിലെന്ന് പറഞ്ഞാൽ പല കോമ്പോണൻറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കോമ്പോണൻറ്റ്സ് ഇൻ്റർ കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഇൻ്റർലിങ്ക്ഡ് ആണ്. അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഏതൊരു കോഴ്സ് എടുത്താലും നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ നമ്മൾ ബി.എഡ് കോഴ്സ് പഠിക്കുന്നത് നമ്മൾ ടീച്ചിങ് അല്ലെങ്കിൽ ടീച്ചർ ട്രെയിനീസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഭാവിയിലെ ടീച്ചേഴ്സാണ്. 2 വർഷം കഴിയുമ്പോൾ ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ എക്വിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ അധ്യാപകരാകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കോഴ്സാണ് ഈ ബി.എഡ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു കോഴ്സിനും, ടീച്ചിങ് ആയിക്കൊള്ളട്ടെ എന്ത് കോഴ്സ് ആയിക്കൊള്ളട്ടെ, അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഇതിനൊരു എയിം ഉണ്ട്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി അടുത്തത് കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഈ കോഴ്സിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഈ കോഴ്സ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് ലഭിക്കണ്ടേ. എങ്ങനെയാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്? നമുക്ക് പഠിക്കാനാണെങ്കിലും പരീക്ഷ എഴുതാനാണെങ്കിലും നമ്മൾ സ്വയം ഇവാലുവേറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഒരുപാട് കോണ്ടൻറ്റും റിസോഴ്സസും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് എന്താണ് നമുക്ക് റിസോഴ്സസ് ആയിട്ട് ഈ കോഴ്സിൽ ലഭിക്കുന്നത്, നമുക്ക് ആസ് സ്റ്റുഡൻസ് നമുക്ക് എന്ത് ലഭിക്കുന്നു. ഇനി മെത്തേഡ്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ടീച്ചിങ് മെത്തേഡ്സ്, ടീച്ചേഴ്സിന് പല സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് സ്റ്റുഡൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാം. ഇപ്പം ക്ലാസ്സിൽ വന്ന് ലെക്ചർ തരാം, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആവാം, അല്ലെങ്കിൽ നോട്ട്സ് സെൻഡ് ചെയ്ത് തരാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റിയോ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ വേണമെങ്കിൽ ടീച്ചിങ് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട 2 പാർട്ടിസിപ്പൻസ്, ഈ എഡ്യൂക്കേഷണൽ പ്രോസസ്സിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസാണ് ടീച്ചേഴ്സും അതുപോലെ ലേണേഴ്സും. ടീച്ചേഴ്സ് നമ്മളെ ടീച്ച് ചെയ്യുന്നു, ലേണേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ ലേണിങ്ങിൽ നമ്മുടെ റോൾ എന്താണ്. അപ്പോൾ ടീച്ചേഴ്സ്, ലേണേഴ്സ്. ഇനി ഇത് കഴിഞ്ഞാൽ ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഒബ്ജക്റ്റീവ് കോഴ്സിൻ്റെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ശരിക്കും അച്ചീവ് ചെയ്തോ, ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് മാറ്റം ഉണ്ടായത്, ഈ കോഴ്സ് കൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടായെന്നുള്ളത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒരു പ്രോസസ്സിൽ, ഏത് പ്രോസസ്സാണെങ്കിലും നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുമല്ലോ അല്ലെങ്കിൽ അസസ് ചെയ്യുമല്ലോ എന്തൊക്കെ ഗുണമുണ്ടായി. അപ്പോൾ അതാണ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ കോമ്പോണൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെയാണ്. ഒബ്ജക്റ്റീവ്സ്, അതുപോലെ കോണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മെത്തേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ലേണേഴ്സ്, ടീച്ചേഴ്സ്, ഇവാലുവേഷൻ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഈ ഹോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഇൻഡിവിജ്വൽ കോമ്പോണൻറ്റ്സ് എല്ലാം യുണൈറ്റഡ് ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ കംപ്ലീറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന എന്ന് പറയുന്നത്. അപ്പോൾ അതാണൊരു സിസ്റ്റംസ് അപ്രോച്ചിൻ്റെ ഒരു ബേസ് ഐഡിയ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിനകത്ത് ചില എലമെൻറ്റ്സ് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷണൽ ഫീൽഡിൽ സിസ്റ്റംസ് അപ്രോച്ച് കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിലെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇൻപുട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് ടീച്ചേഴ്സ് നമുക്കൊരു ഇൻപുട്ട് തരുന്നത്. ഇപ്പോൾ ലൈക്ക് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, നമുക്ക് എന്തൊക്കെയാണ് ഈ കോഴ്സ് കൊണ്ടുള്ള ഗുണം, എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഇതിലൊരു കരിക്കുലം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സിലബസ് ഉണ്ടാകുന്നുണ്ട്, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം. ഇപ്പോൾ സെമസ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എക്സാംസ് നടക്കും. പിന്നെ അതുപോലെ ഇതിൽ എന്തൊക്കെ റിസോഴ്സസ് ഉപയോഗിച്ച് പഠിക്കണം, നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻപുട്ടിൽ വരുന്നത്. ഇൻപുട്ട് ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ്. ഇനി പ്രോസസ്സിലേക്ക് വന്നാൽ ഈ നേരത്തെ പറഞ്ഞ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ്, ടീച്ചർ എങ്ങനെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ലേണർ എങ്ങനെ പഠിക്കുന്നു. ഇപ്പോൾ നമ്മളെല്ലാം ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിലാണ് ഇരിക്കുന്നത്. പണ്ടത്തെ പോലെ നമ്മൾ പാസീവ് റിസീവേഴ്സ് അല്ല ലേണേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ നമ്മുടെ നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ നമുക്ക് പല സോഴ്സസ് ഉണ്ട്, പല മെറ്റീരിയൽസ് ഉണ്ട്. ക്ലാസ് റൂം മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മൾ പഠിക്കുന്നത്, നമുക്ക് വേറെ ഒരുപാട് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ലേണിംഗ് ആക്ടിവിറ്റി നടക്കുന്നത്, ടീച്ചേഴ്സ് എങ്ങനെയാണ് ഇതിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു, എങ്ങനെയാണ് അവിടെ ഇൻട്രാക്ഷൻ നടക്കുന്നത്, ഇതൊക്കെയാണ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസൈഡ് ഔട്ട്പുട്ട് കാണുമല്ലോ. എന്താണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ഈ പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ എന്തൊക്കെ സ്കിൽസ് ബെറ്റർ ആവുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നു, നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ, നാളെ എന്തെങ്കിലും ഒരു ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ കിട്ടാൻ നമ്മളിത് സഹായിക്കുന്നുണ്ടോ. ഇതൊക്കെയാണ് ഔട്ട്പുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈനലി ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടോ, നമ്മുടെ റിസൾട്ട്സ് ഇവാലുവേറ്റ് ചെയ്യുന്നു, ഇന്നയാണ് റിസൾട്ട്സ്, ഈ ഏരിയാസിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഫീഡ്ബാക്ക്. അപ്പോൾ ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട്, ദെൻ ഫീഡ്ബാക്ക്, ഇതൊക്കെ ഈ സിസ്റ്റംസ് അപ്രോച്ചിലെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട സ്റ്റേജസ് ആണ്. ഇനി നമുക്കിതിലെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. ഈ സിസ്റ്റംസ് അപ്രോച്ച് വളരെ ലോജിക്കലായിട്ടുള്ള
സീക്വൻഷ്യലായിട്ടുള്ള കുറേ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ. അതായത് സിസ്റ്റം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് വളരെ അച്ചടക്കത്തോടു കൂടി വളരെ ലോജിക്കലായിട്ട് ഒരു ഓർഡറിൽ ചെയ്യുന്ന കാര്യത്തെയാണല്ലോ നമ്മളെപ്പോഴും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എഡ്യൂക്കേഷനിൽ സിസ്റ്റംസ് അപ്രോച്ച് വഴി നമ്മൾ ചെയ്യുന്ന ഒരു ഗോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നമുക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. ഈ ഗോളെന്ന് പറയുന്നത് ലേണേഴ്സ് എന്ത് ചെയ്യണം, ലേണേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഗോള് നമുക്ക് ഈ കോഴ്സിൻ്റെ സമയത്തുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ആ ഗോൾ, ഈ കോഴ്സ് കൊണ്ട് നമ്മൾ എന്താണ് എയിം എന്നുള്ളത് സിസ്റ്റംസ് അപ്രോച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. രണ്ടാമത് നമ്മുടെ ലേണിംഗ് നീഡ്സ്, അതായത് ലേണേഴ്സിന് ഇതൊക്കെ പഠിക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടോ, അവർക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്, എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട്, ഇനി ലേണേഴ്സിന് എന്തൊക്കെ പ്രയർ നോളേജ് ഉണ്ട്, അതുപോലെ ഏതൊക്കെ രീതിയിലാണ് ടീച്ചേഴ്സ് അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത് പഠിക്കാൻ, അവരുടെ നീഡ്സ്, ഓരോ ഇൻഡിവിജ്വലിനും ആവശ്യമായിട്ടുള്ള അറ്റൻഷൻ, അങ്ങനെയുള്ള ലേണിംഗ് നീഡ്സ്, അനാലിസിസ് ഓഫ് ലേണിംഗ് നീഡ്സാണ് അടുത്തത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം, ഡിസൈനിങ് ഓഫ് ദ സിസ്റ്റം. ഈ ടീച്ചിങ് മെത്തേഡ്സിൽ, മീഡിയയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ്സ് അഥവാ മെത്തേഡ്സ് അഥവാ സ്ട്രാറ്റജീസ്, മീഡിയ, ഇതിനെയൊക്കെയാണ് നമ്മൾ ആ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെ, എന്തൊക്കെ സിസ്റ്റം ഉപയോഗിച്ച്, എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ച്, എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിന് അല്ലെങ്കിൽ ഈ ഒരു ടീച്ചിങ് മെത്തേഡിനെ സഹായിക്കുന്നത്. ഈ മെത്തേഡ്സും ഈ റിസോഴ്സസും എയ്ഡ്സും ഒക്കെ ഇൻ്റർ കണക്റ്റഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഇനി ലേണിംഗ് മെറ്റീരിയൽസ് ആൻഡ് എക്സ്പീരിയൻസസ് ആർ ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ ദ ഡിസൈൻ പ്ലാൻ ആൻഡ് ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ഇൻ റിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതായത് ഈ നമ്മൾ ഉണ്ടാക്കിയ മെറ്റീരിയൽസ്, ഈ എക്സ്പീരിയൻസസ് ഒക്കെ എങ്ങനെയാണ് റിയൽ എഡ്യൂക്കേഷണൽ വേൾഡിലേക്ക് എങ്ങനെ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അതായത് കുട്ടികൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ ഈ മെറ്റീരിയൽസൊക്കെ നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും അവസാനമായിട്ട് ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ലേണിംഗ് ഔട്ട്കംസൊക്കെ നമുക്ക്, ഡിസൈഡ് ഔട്ട്കംസൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഫീഡ്ബാക്ക്, ഇവാലുവേഷന് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മളെ കൂടുതൽ ബെറ്റർ ആക്കാനും സഹായിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട സിസ്റ്റംസ് അപ്രോച്ചിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഒന്ന് ആദ്യം ഗോൾ ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ ആ ഗോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലേണർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത്, ലേണറിൻ്റെ നീഡ്സ് നമ്മൾ മനസ്സിലാക്കുക, പിന്നെ ആ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം, ഒരു ഡെവലപ്മെൻറ്റ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുക. സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ മെറ്റീരിയൽസ് വരും, എയ്ഡ്സ് വരും, റിസോഴ്സസ് വരും. അതിനുശേഷം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഈ സിസ്റ്റവും ഈ മെറ്റീരിയൽസും ഒക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഏറ്റവും ഫൈനലി ഒരു ഇവാലുവേഷൻ ഫീഡ്ബാക്ക് നടത്തി ഇതെല്ലാം അച്ചീവ് ചെയ്തോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സിസ്റ്റംസ് അപ്രോച്ചിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ഓഫ് സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ഓർഗനൈസ്ഡ് ഫ്രെയിം വർക്ക് കൊടുക്കും ഫോർ പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിങ് ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസ്ഡ് ഫ്രെയിം വർക്ക് തരുന്നു എന്നതാണ് സിസ്റ്റംസ് അപ്രോച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സും കണ്ടൻറ്റും അസസ്മെൻറ്റിനെയൊക്കെ സഹായിക്കുന്നു. ഇത് തമ്മിലൊരു അലൈൻമെൻറ്റിനെ ഇതിന് സഹായിക്കുന്നു. സിസ്റ്റംസ് അപ്രോച്ച് നമ്മളെ സഹായിക്കുന്നു. പ്രോപ്പറായിട്ട് ഒബ്ജക്റ്റീവ്സും അതുപോലെ കോണ്ടൻറ്റും അതുപോലെ അസസ്മെൻറ്റും ഒക്കെ അലൈൻഡ് ആണ്. ഇത് തമ്മിലൊരു ഇൻ്റർ കണക്ഷൻ ഉണ്ടെന്നുള്ളത് സിസ്റ്റംസ് അപ്രോച്ച് സഹായിക്കുന്നു. മൂന്നാമത്തത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഹ്യൂമൻ മെറ്റീരിയൽസും അതുപോലെ ബാക്കിയുള്ള ടെക്നോളജിക്കൽ മെറ്റീരിയൽസും ഒക്കെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ നമ്മളെ സിസ്റ്റംസ് അപ്രോച്ച് സഹായിക്കുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഇവാലുവേഷൻ, ഫീഡ്ബാക്ക് ഒക്കെ നമ്മളെ കൂടുതൽ ബെറ്റർ കോൺസ്റ്റൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് നമ്മൾ സഹായിക്കുന്നു. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൻ്റെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ സിസ്റ്റംസ് അപ്രോച്ച് സഹായിക്കുന്നു. പിന്നെ ഓവറോൾ ടീച്ചിങ്ങിൻ്റെയും ലേണിങ്ങിൻ്റെയും ഒക്കെ ക്വാളിറ്റിയെ സഹായിക്കാനും ക്വാളിറ്റിയെ എൻഹാൻസ് ചെയ്യാനും സിസ്റ്റംസ് അപ്രോച്ച് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാൻ വേണമെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് സിസ്റ്റംസ് അപ്രോച്ച് എന്താണെന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ സിസ്റ്റംസ് അപ്രോച്ച് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളേജുള്ള, ഇതിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സിസ്റ്റംസ് അപ്രോച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. അതായത് ടെക്നോളജിയെക്കുറിച്ചിട്ട്, സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് ഐഡിയ ഉള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിസ്റ്റംസ് അപ്രോച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ഒരാളാണ് ടീച്ചറെങ്കിൽ നമുക്ക് ഈ സിസ്റ്റംസ് അപ്രോച്ച് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല.
രണ്ടാമത്തേന്ന് പറയുന്നത് സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇതൊക്കെ അറേഞ്ച് ചെയ്യാനും ഈ മെറ്റീരിയൽസും ഈ ടെക്നിക്കൽ എയ്ഡ്സും ഒക്കെ അറേഞ്ച് ചെയ്യാനും ഒക്കെ എപ്പോഴും പറ്റിയെന്ന് വരത്തില്ല. ഒരു പുസ്തകം എടുത്ത് പഠിപ്പിക്കുന്ന പോലെ അത്ര എളുപ്പമാവണമെന്നില്ല. അപ്പം ചിലപ്പോൾ ടൈം കൺസ്യൂമിങ് ആയിരിക്കാം. പിന്നെ രണ്ടാമതെന്ന് സിസ്റ്റംസ് അപ്രോച്ച് വളരെ റിജിഡ് ആയിരിക്കാം. അതായത് ടീച്ചറിൻ്റെ ക്രിയേറ്റിവിറ്റിക്കും അല്ലെങ്കിൽ എസ്തെറ്റിക് സെൻസിനും ഒന്നും ഈ സിസ്റ്റംസ് അപ്രോച്ചിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവണമെന്നില്ല. സിസ്റ്റംസ് അപ്രോച്ച് വളരെ റിജിഡ് ആവാം. അപ്പോൾ ടീച്ചറിന് വലുതായിട്ടൊന്നും കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാനുണ്ടാവണമെന്നില്ല. കൂടുതലും നമ്മൾ സയൻറ്റിഫിക് സിസ്റ്റമാറ്റിക്കായിട്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണല്ലോ, നമ്മുടെ ഇന്നോവേഷൻസിനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ ഫണ്ടിങ് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ഫണ്ടൊക്കെ നല്ല സുലഭമായിട്ട് വേണം. അങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇതൊക്കെ താങ്ങാൻ കഴിയൂ എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അതും ഒരു ലിമിറ്റേഷനാണ്. ഇനി നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്ന് നോക്കാം. എഡ്യൂക്കേഷണൽ മെത്തേഡിൽ സിസ്റ്റംസ് അപ്രോച്ച് കൊണ്ട് എന്തൊക്കെയാണ് അത് ഇപ്പോഴത്തെ ഒരു കോണ്ടംപററി വേൾഡിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് കരിക്കുലം ഡെവലപ്മെൻറ്റിനെ സിസ്റ്റംസ് അപ്രോച്ച് സഹായിക്കും എന്നുള്ളതാണ്. കരിക്കുലം ഡെവലപ്മെൻറ്റിനെ എങ്ങനെയാണ് സിസ്റ്റംസ് അപ്രോച്ച് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കരിക്കുലം, ഒരു സിലബസ് ഒക്കെ ഡിസൈൻ ചെയ്യാനും പെട്ടെന്ന് അതിനെ സെറ്റ് ചെയ്തെടുക്കാനും ഒക്കെ സിസ്റ്റംസ് അപ്രോച്ച് കൊണ്ട് അല്ലെങ്കിൽ പുതിയ ടെക്നോളജി കൊണ്ട് നമുക്ക് സഹായിക്കും. ഇപ്പം ലോകത്ത് ചുറ്റും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ AI ഉപയോഗിച്ച് അല്ലെങ്കിൽ ChatGPT ഒക്കെ ഉപയോഗിച്ച് സോഫ്റ്റ്വെയർസൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്നൊരു പ്രോപ്പർ മാറുന്ന ലോകത്തിനനുസരിച്ചുള്ള ഒരു കരിക്കുലം, ഒരു സിലബസൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ടീച്ചേഴ്സിന് പുതിയ തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ഈ മാറ്റത്തിനനുസരിച്ച് മാറാൻ ടീച്ചേഴ്സിനെ ഫോഴ്സ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ടീച്ചേഴ്സിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കും ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട്. അപ്പം ടീച്ചേഴ്സിനും കൂടുതൽ ബെറ്ററായിട്ട് എക്വിപ്പ് ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ, പ്ലാനിങ്, റിസോഴ്സ് മാനേജ്മെൻറ്റ്, പോളിസി ഇംപ്ലിമെൻറ്റേഷൻ, ഇതിനെല്ലാം സിസ്റ്റംസ് അപ്രോച്ച് സഹായിക്കും. പിന്നെ ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരുപോലെ, ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും ഓൺലൈൻ എഡ്യൂക്കേഷനെയും ഒരുപോലെ കമ്പൈൻഡായിട്ട് കൊണ്ടുപോകാൻ സിസ്റ്റംസ് അപ്രോച്ചിന് സാധിക്കും, ടെക്നോളജി മീഡിയയുടെയൊക്കെ ഇൻ്റഗ്രേഷനിലൂടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സിസ്റ്റംസ് അപ്രോച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ഇൻ ഡേ ടു ഡേ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് പറയുക, നമ്മുടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ടെക്നോളജിയെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കുക എന്നതാണ്. നമ്മുടെ പഴയ കാലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗോൾസിനെയും മെത്തേഡ്സിനെയും ഇവാലുവേഷനെയും ഒക്കെ ഇൻ്റർ കണക്റ്റഡ് ആക്കിക്കൊണ്ട് എങ്ങനെ ഒരു ബെറ്റർ ലേണിംഗ് എക്സ്പീരിയൻസ്, കൂടുതൽ ആക്റ്റീവായിട്ട് എങ്ങനെ ലേണേഴ്സിനെയും ടീച്ചേഴ്സിനെയൊക്കെ മാറ്റാം, കൂടുതൽ പേർപ്പസ്ഫുള്ളും എഫിഷ്യൻറ്റുമായിട്ട് എങ്ങനെ എഡ്യൂക്കേഷനെ മാറ്റാം എന്നുള്ളതാണ് സിസ്റ്റംസ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മാറുന്ന വളരെ ചേഞ്ചിങ് ആയിട്ടുള്ള ഈ ടെക്നോളജിക്കൽ വേൾഡിൽ സിസ്റ്റംസ് അപ്രോച്ച് കൊണ്ട് നമുക്ക് കൂടുതൽ ലേണർ സെൻറ്റർഡ് ആയിട്ടുള്ള, കൂടുതൽ ടെക്നോളജി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, കൂടുതൽ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയൺമെൻറ്റ്, ഒരു എഡ്യൂക്കേഷണൽ എൻവയൺമെൻറ്റ് സൃഷ്ടിക്കാൻ പറ്റും. ഇത്രയാണ് സിസ്റ്റംസ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So thank you.